എടാ എനിക്കൊരു സംശയം. അതായത് എനിക്കൊരു ട്രേഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ മാത്രമാണോ എനിക്ക് ട്രേഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവുക? അതോ വേറെ കുറേ ടൈപ്പ് ഓഫ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനെ കുറിച്ച് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേരാണ് മാർക്കറ്റ് ഓർഡർ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഓർഡർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിങ്ങിൻ്റെ ആപ്പോ കാര്യങ്ങളോ എടുത്തു, ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബയ്യോ സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ആസ് പ്രൈസ് അല്ലെങ്കിൽ ബിഡ് പ്രൈസിൽ നിങ്ങൾ സെലക്ട് ചെയ്യും. ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾ ആ ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യും, അതായത് ട്രേഡ് ഓപ്പൺ ചെയ്യും. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഓർഡറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓർഡർ ആണ് ലിമിറ്റ് ഓർഡർ. അപ്പോൾ ഈ ഒരു ലിമിറ്റ് ഓർഡർ എന്താണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിലവിലുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസ് ലെവലാണ് ഇതെന്ന് വിചാരിക്കുക. അല്ലെ, നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ ഒരു പ്രൈസ് ലെവലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്നും ഇനി ഈ മാർക്കറ്റ് കയറി ഈ ഒരു പ്രൈസ് ലെവലിൽ എത്തുന്ന അത്രയും നേരം തന്നെ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കി ഇത് എപ്പോഴാണ് കയറുന്നത് പറഞ്ഞാൽ നോക്കി നിന്ന് സമയം കളയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമുക്ക് ഈ ഒരു ലിമിറ്റ് ഓർഡർ എന്നുള്ളൊരു ഓർഡർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇതൊരു 10 രൂപയാണെന്ന് വിചാരിക്കുക, ഇതൊരു 20 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 20 രൂപയിലോട്ട് എനിക്ക് ഒരു ബൈ ഓർഡർ സെൽ ഓർഡർ അത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് പോലെ. ഓക്കെ, ബൈ ഓർഡർ സെൽ ഓർഡർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ലെവലിലോട്ട് ട്രിഗർ ചെയ്യുമ്പോൾ ആ ഒരു മാർക്കറ്റ് എത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈപ്പ് ഓഫ് ഓർഡർ ആവുന്നതായിരിക്കും, ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഏത് തരം ടൈപ്പ് ഓഫ് ഓർഡർ എടുത്തു കഴിഞ്ഞാലും അതിൽ 2 തരം ഉണ്ടാവും, ബയ്യും ഉണ്ടാവും അതേപോലെ തന്നെ സെല്ലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റ് ഓർഡറിലും 2 തരം ഉണ്ട്, ബൈ ലിമിറ്റ് ഓർഡർ ഉണ്ട് അതേപോലെ തന്നെ സെൽ ലിമിറ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്താണ് ബൈ ലിമിറ്റ് ഓർഡർ എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 10 രൂപയിലാണെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കറ്റ് നേരെ ഈ ഒരു പ്രൈസ് ലെവലോട്ട് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവുന്നത് 10 രൂപയിലായിരിക്കും, അല്ലെങ്കിൽ അതിന് താഴത്തെ പ്രൈസായ 9 രൂപയിലോ 8 രൂപയിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഒരു സെൽ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 20 രൂപയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് നേരെ അവിടെയോട്ട് റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഒന്നില്ലെങ്കിൽ 20 രൂപയിലായിരിക്കും പ്ലേസ് ആവുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ മേലത്തെ പ്രൈസായ 21 22 രൂപയിൽ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്നില്ലെങ്കിൽ ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു താഴത്തെ പ്രൈസിലാണ് ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവുന്നത്. അതിന് കാരണം എന്താണ്? അതായത് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ തോന്നുള്ളൂ. അതായത് മാർക്കറ്റിൽ ഏറ്റവും താഴ്ന്ന് മേടിച്ചാലാണ് നിങ്ങളുടെ ഉദ്ദേശിച്ച ഡയറക്ഷനിലോട്ട് ഒരു മാർക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും തോളം തന്നെ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് സെൽ ലിമിറ്റ് ഓർഡറിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബൈ ലിമിറ്റ് ഓർഡർ അതേപോലെ തന്നെ സെൽ ലിമിറ്റ് ഓർഡർ എന്നുള്ളത് ഫുള്ളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേരാണ് സ്റ്റോപ്പ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. അറിയാം, നിങ്ങൾ ഈ ഒരു ട്രേഡിങ്ങിലോട്ടൊക്കെ എൻ്റർ ചെയ്ത ഒരാളാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും അല്ലേ? അത് ഈ റിസ്ക് കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഓർഡറും ഈ ഒരു സ്റ്റോപ്പ് ഓർഡർ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഓർഡറും അത്രയും തോന്നുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബൈൻ സിനാരിയോൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 10 രൂപയിലാണ് ഈ ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഓർഡർ 10 രൂപയിൽ വെച്ചു ആൻഡ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 5 രൂപയിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഈ ഒരു മാർക്കറ്റ് നേരെ ഈ ഒരു 10 രൂപയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ട്രിഗർ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഓർഡർ മാർക്കറ്റ് ഓർഡറായിട്ട് മാറും. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് നേരെ ഒരു 10 രൂപയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ട്രിഗർ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറായിട്ട് മാറും. അപ്പോൾ നമ്മളിവിടെ ലോങ് പൊസിഷനാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ആസ് പ്രൈസ് ആണോ ഉള്ളത് ആ ഒരു പ്രൈസിലായിരിക്കും നിങ്ങളുടെ ട്രേഡ് ഓപ്പൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് നമ്മളിവിടെ ലോങ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര രൂപയിലാണ്? 5 രൂപയിലാണ്. അപ്പോൾ ഈ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് നേരെ 5 രൂപയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് ക്ലോസ് ആവുകയും ചെയ്യും. ഈ ഒരു റിസ്ക് മാനേജ്മെന്റിന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മളിവിടെ ഒരു 5 രൂപയിലോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ലോസ് എത്രയോ രൂപയായി? 5 രൂപയായി. അതല്ല നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് നേരെ താഴത്തോട്ട് പോകുന്നതോറും അത്രത്തോളം തന്നെ നഷ്ടങ്ങളും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേര് എന്തായിരുന്നു? ലിമിറ്റ് ഓർഡർ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേര് എന്തായിരുന്നു? സ്റ്റോപ്പ് ഓർഡർ. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേരാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ. അതെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നത് തന്നെയുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡറാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് ട്രേഡ് ഓപ്പൺ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഓപ്പൺ ആവുന്നത് ഒരു ലിമിറ്റ് ഓർഡർ വഴിയും അതിനോടൊപ്പം തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ഓർഡറിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ള ഒരു സ്റ്റോപ്പ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, 5ാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിൻ്റെ പേരാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ഓർഡർ. അതായത് ഇത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വഴി സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു 10 രൂപയിലാണെന്ന് വിചാരിക്കുക. ഈ ഒരു 10ൽ നിന്നും 11 രൂപയിലോട്ട് പോയി കഴിഞ്ഞാൽ 1 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നടന്നു എന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഓരോ രൂപ കഴിയുമ്പോൾ ഓരോ പിപ്പ് മൂവ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് 10 രൂപയിലാണ്. നിങ്ങൾ ഈ ഒരു 10 രൂപയിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ഓർഡർ വഴി ഒരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തു. അവിടെ നിങ്ങൾ ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത് 2 പിപ്സ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ 2 പിപ്സ് ആണ് ഇവിടെ ലോസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10 രൂപയിലോട്ട് ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? 8 രൂപയിലായിരിക്കും. കാരണം 10 - 2 എന്ന് പറയുന്നത് 8 രൂപയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ 11 രൂപയിലോട്ട് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? 11 - 2 എന്ന് പറയുന്നത് 9 രൂപയാണ്. അവിടെയായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നുപോലുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു 15 രൂപയിലോട്ട് എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ട്രേഡ് ഓപ്പൺ ചെയ്തത് എത്ര രൂപയിലായിരുന്നു? 10 രൂപയിലായിരുന്നു. അപ്പോൾ 10 രൂപയിൽ മേടിച്ചു. ഇപ്പോൾ 15 രൂപയിലാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? 15 - 2 13 രൂപയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു 15 രൂപയിലോട്ട് വന്നിട്ട് പിന്നെ താഴത്തോട്ട് പോയെന്ന് വിചാരിക്കുക. താഴത്തോട്ട് പോയിട്ട് ഒരു 13 രൂപയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. അങ്ങനെ നമ്മുടെ ട്രേഡ് ക്ലോസ് ആയി. എന്നിരുന്നാലും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 10 രൂപയിൽ മേടിച്ചു. ഇപ്പോൾ ട്രേഡ് ക്ലോസ് ആയിരിക്കുന്നത് 13 രൂപയിലാണ്. അപ്പോൾ മൊത്തം 3 രൂപ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഇതെന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 10 രൂപയിലോട്ട് എൻ്റർ ചെയ്തു. മാർക്കറ്റ് ഇപ്പോൾ ഒരു 10, 15, 20 എത്തിയെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ സാധാരണ ഒരു സ്റ്റോപ്പ് ഓർഡറാണ് എടുത്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊന്നും നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് പിന്നെ നേരെ താഴത്തോട്ട് വന്നിട്ട് ഒരു 8 രൂപയിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് മാർക്കറ്റ് എത്ര കയറിയാലും തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 8 രൂപയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമായിട്ട് 2 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലോസ് പരമാവധി കുറയ്ക്കാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഡറാണ് ഈ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേരാണ് GTC ഓർഡർ അല്ലെങ്കിൽ ഗുഡ് ടിൽ ക്യാൻസൽഡ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഡർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രേഡ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഒരു ദിവസം അവസാനിച്ചാൽ പോലും ആ ഒരു ട്രേഡ് ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസമായാലും നമ്മൾ ഇന്നലെ എടുത്ത ട്രേഡ് ഓപ്പൺ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് ഓപ്പൺ ചെയ്താലും ആ ഒരു മാർക്കറ്റ് ആ ഒരു ദിവസം ആ ഒരു മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ട്രേഡും ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു GTC ഓർഡർ എന്നുള്ളൊരു ഓർഡർ ടൈപ്പ് ഉള്ളത്. അപ്പോൾ 7ാമത്തെ ടൈപ്പ് ഓഫ് ഓർഡറിന്റെ പേരാണ് GFD ഓർഡർ അല്ലെങ്കിൽ ഗുഡ് ഫോർ ദി ഡേ ടൈപ്പ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം അവസാനിക്കുമ്പോൾ താനെ ആ ഒരു ട്രേഡ് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണല്ലോ GFD ഓർഡർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ടൈപ്പിന്റെ പേരാണ് OCO ഓർഡർ ടൈപ്പ് അല്ലെങ്കിൽ വൺ ക്യാൻസൽസ് ദി അനദർ ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഡർ നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ആപ്പ് എടുത്തു, ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു ഏകദേശം മിഡിലാണെന്ന് നിൽക്കുന്നു വിചാരിക്കുക. നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു താഴത്തെ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ലോങ് പൊസിഷൻ പോകാനായിട്ട് താല്പര്യമുണ്ട്. അതേ ഈ ഒരു പൊസിഷനിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് പൊസിഷൻ ചെയ്യാനും താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മറ്റേ ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 2 അഭിപ്രായമുണ്ട്. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാനും താല്പര്യമുണ്ട്. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഷോർട്ട് സെയിൽ ചെയ്യാനും താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു OCO ഓർഡർ ടൈപ്പ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് എവിടെയാണല്ലോ. നിങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു സിനാരിയോ ആലോചിക്കുക. അതായത് മാർക്കറ്റ് ഇപ്പോൾ നേരെ താഴത്തോട്ട് വന്നിട്ട് ആദ്യം ഈ ഒരു പ്രൈസിലോട്ട് ട്രിഗർ ചെയ്യുന്നത് ഈ താഴത്തെ പ്രൈസ് ലെവലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് താഴത്തെ പ്രൈസ് ലെവലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലോട്ട് ട്രിഗർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ലോങ് പൊസിഷൻ ആയിട്ടുള്ള ആ ഒരു ട്രേഡ് ഓപ്പൺ ആവുകയും അതേപോലെ തന്നെ നമ്മളിവിടെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെൽ പൊസിഷൻ ക്യാൻസൽ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ തന്നെയാണ് ഓപ്പോസിറ്റ്. അതായത് നിങ്ങളിപ്പോൾ ആദ്യം ഈ ഒരു മാർക്കറ്റ് നേരെ ഹിറ്റായത് ഈ ഒരു മേലത്തെ ഷോർട്ട് പൊസിഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ താഴത്തെ ആ ഒരു മറ്റേ ലോങ് പൊസിഷനിൽ പോകുന്ന ഓർഡർ ടൈപ്പ് എന്താവും? അത് ക്യാൻസലായി പോകും. പിന്നെ ആക്റ്റീവ് ആവുന്നത് അതായത് ട്രേഡ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ഷോർട്ട് പൊസിഷൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു OCO ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ കുറേ അധികം ഓർഡർ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ടൈപ്സ് എല്ലാം ഓരോ ബ്രോക്കറിനനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും.
ഓക്കെ, സോ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 8 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡർ ടൈപ്സ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.